എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും ഈന്തപ്പഴവും പിന്നെ ഗോതമ്പ് മാവും ശർക്കര പാനിയൊക്കെ ഒഴിച്ച് നല്ല സൂപ്പർ ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത്ര ശർക്കരയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ചെറിയ ഒരുണ്ട ശർക്കര അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത്തിരി വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഈ ശർക്കര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ. അങ്ങനെ ഉരുകാൻ വെച്ചിരുന്ന ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി ആ ശർക്കര പാനിയായി വന്നിട്ടുണ്ട്. ഇതിൽ അഴുക്കും പൊടിയൊക്കെ കാണാം. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടി നമുക്ക് ഈ അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 2 3 ലേശം ഒരു ചെറിയൊരു കഷ്ണം പട്ട, 3 ഗ്രാമ്പു, എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം പൊടിച്ചെടുത്ത പഞ്ചസാര. മിക്സിയിൽ പഞ്ചസാര കൊട്ടി ഇതിൽ ഇതേപോലെ പറ്റി പിടിച്ചിരിക്കട്ടെ. അപ്പോൾ അതിലൊത്തി വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഒന്ന് ബ്രൗൺ കളറായി വരണം. അങ്ങനെ ഇതൊന്നും ബ്രൗൺ കളറായി വരട്ടെ. അപ്പോൾ പട്ടയും ഗ്രാമ്പുമൊക്കെ പൊടിച്ച പൊടിയുണ്ടെങ്കിൽ അതൊരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ട് അത് പൊടിച്ചെടുത്തത്. അല്ലെങ്കിൽ വെറും പഞ്ചസാര നമ്മൾ സാധാ പഞ്ചസാര ഇട്ടങ്ങ് കാരമലൈസ് ചെയ്താൽ മതി. അതിൽ പട്ടയുടെ ഗ്രാമ്പൂൻ്റെ ഒരു നുള്ളി പൊടിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അങ്ങ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. കളർ മാറിയിട്ടതാ ഇതേപോലെ കളറായി കരിഞ്ഞു പോകരുത്. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഈ സമയത്ത് ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ തെറിച്ച് വീഴാതെ നോക്കണം. നമ്മളെ ദേഹത്തൊന്നും തെറിച്ച് വീഴാതെ നോക്കിക്കോണം. നല്ല ചൂടാണ്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3-4 ഈന്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തേണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിടാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒരു 2-3 മിനിറ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതൊന്നങ്ങ് മാറ്റി വയ്ക്കണം. ഇനി കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു അരിപ്പയിലോട്ട് 1 കപ്പ് ഗോതമ്പ് മാവ് അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പ് എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ ബാക്കിയുള്ള ഗോതമ്പ് കൂടെ അരിപ്പയിൽ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ച് അതൊന്ന് മാറ്റി വയ്ക്കുക. അങ്ങനെ പൊടിയെല്ലാം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ടൊരു വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ പിന്നെ മിക്സിയിൽ അടിച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പം ബീറ്റർ കൊണ്ടാണ് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടി ബീറ്റർ കൊണ്ട് ഈ കോഴിമുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് പതപ്പിച്ച് എടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ടൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് ബീറ്റ് ചെയ്യണം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തൊന്നും കൊടുക്കണ്ട. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇനി നമുക്കിതിലോട്ട് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പ്ലേറ്റിലോട്ട് അരിച്ച് മാറ്റി വെച്ചില്ലേ, അപ്പോൾ അത് കുറേശ്ശെ ചേർത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 തവണയോ ഒരു 3 തവണയോ ഒക്കെ പൊടി കുറേശ്ശെ ഇതിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ശർക്കര പാനിയും കൂടെ ഇതിലോട്ട് ചേർത്ത് അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാരമലൈസ് സിറപ്പിൽ റെഡിയാക്കി വെച്ചേക്കുന്ന ക്യാരറ്റ്, ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പ്, മുന്തിരിക റെഡിയാക്കി വെച്ചേക്കുന്നത് ഇതിലോട്ട് ചേർത്ത് അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ബാറ്ററി കട്ടിയാണെങ്കിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് കുറച്ചൊന്ന് കട്ടിയാണ്. അപ്പോൾ ഞാൻ ഇത്തിരി പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇപ്പോൾ ബാറ്റർ ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കേക്ക് ടിന്നിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം.
ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 4-5 പ്രാവശ്യം ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ഉരുളി എടുക്കുക, നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലൊരു റിങ് വെച്ച് കൊടുത്തതിന് ശേഷം ക്യാരറ്റിന് ഇതിലോട്ട് വെച്ച് 45 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്നും ബേക്ക് ചെയ്യാൻ. അങ്ങനെ 45 മിനിറ്റൊക്കെ കഴിഞ്ഞ് വെക്കുമ്പോൾ കേക്ക് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് വെന്താണെന്നറിയാൻ വേണ്ടി ഒരു പപ്പടം കുത്തിയൊക്കെ വെച്ചൊന്ന് കുത്തി വെക്കണം. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റ് നമ്മളെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.